അപകടം ഒഴിവാക്കാനായി വിമാനം വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പാകിസ്ഥാൻ തടഞ്ഞു. വിമാനം ആടി ഉലഞ്ഞപ്പോഴാണ് പൈലറ്റ് വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി തേടിയത്. എന്നാൽ ലാഹോർ ATC ആവശ്യം തള്ളി. ഇൻഡിഗോ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, ഈ അപകടം സംഭവിച്ചോ? വ്യോമ അതിർത്തിയിലേക്ക് കടക്കാൻ അനുവാദം നൽകാതിരുന്ന നടപടിയിൽ ഇന്ത്യയുടെ പ്രതികരണം എന്താണ്? വിശദാംശങ്ങൾ പറയൂ. അങ്ങനെ ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇൻഡിഗോയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ വിവരം പുറത്തുവിട്ടത്. 227 യാത്രക്കാരുമായി ബുധനാഴ്ച രാത്രിയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഒരു ഇൻഡിഗോ വിമാനം പറന്നത്. ശ്രീനഗറിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് കനത്ത ആലിപ്പഴ വീഴ്ചയുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് കാലാവസ്ഥയും വലിയ മോശമായിരുന്നു. വിമാനം ആടി ഉലഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ വിമാനത്തിനകത്ത് ആളുകൾ വല്ലാതെ പേടിക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഈ സമയത്താണ് ലാഹോർ ATCയുമായി പൈലറ്റ് ബന്ധപ്പെട്ടത്. ആ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ളൊരു അനുമതിക്കായിട്ടായിരുന്നു ഇങ്ങനെ ബന്ധപ്പെട്ടത്. പക്ഷേ അനുമതി നിഷേധിച്ചു. എന്നാൽ ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ പൈലറ്റിൻ്റെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് കുഴപ്പമൊന്നും സംഭവിക്കാതെ, ഒരാൾക്ക് പോലും പ്രശ്നമൊന്നും സംഭവിക്കാതെ വിമാനം താഴെ ഇറക്കി. പക്ഷേ താഴെ ഇറക്കിയ ശേഷം, ലാൻഡിങ്ങിന് ശേഷം പരിശോധിച്ചപ്പോൾ വിമാനത്തിൻ്റെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. എന്തായാലും അപകടം ഒഴിവായി. പക്ഷേ ഇങ്ങനെ ഒരു അപകട ഘട്ടത്തിൽ പോലും പാകിസ്ഥാനിൻ്റെ വ്യോമാവൃത്തിയിലേക്ക് കടക്കാൻ ഇന്ത്യൻ വിമാനത്തെ അനുവദിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒരുപക്ഷെ ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയേക്കും.